ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണ്, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതെല്ലാമാണ്, ടോപ്പ് 10 സീക്രട്ട് ക്വസ്റ്റ്യൻസ് ഇതാ. ഹിയർ വി ഗോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിന്റെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യാൻ. നേരെ വീഡിയോയിലേക്ക്. തേർഡ് ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡീബഗിംഗ് ആൻഡ് ടൈപ്സ് ഓഫ് എറേഴ്സ്. എന്താണ് ഡീബഗിംഗ് എന്നും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള എറേഴ്സ് ഏതെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട്. അതായത് അൽഗോരിതം എഴുതാനും ഫ്ലോ ചാർട്ട് വരയ്ക്കാനും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഫ്ലോ ചാർട്ടിന്റെ മേന്മകൾ എന്തെല്ലാമാണ്, ഫ്ലോ ചാർട്ടിന്റെ പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിംഗിന്റെ ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ്, എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നും എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസവും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫോർത്ത് ചാപ്റ്റർ, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ടോക്കൺസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ്. മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. എന്താണ് ടോക്കൺ എന്നും വിവിധ തരത്തിലുള്ള ടോക്കൺസ് ഏതൊക്കെയാണെന്നും പഠിച്ചിരിക്കുക. സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ IDE. എന്താണ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ 2 ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ഇൻ C++? ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് എന്തെല്ലാമാണെന്നും പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഐഡന്റിഫയേഴ്സ് ആൻഡ് റൂൾസ് ടു ബി ഫോളോഡ് വൈൽ കൺസ്ട്രക്ടിങ് ആൻ ഐഡന്റിഫയർ. അപ്പോൾ എന്താണ് ഐഡന്റിഫയർ എന്നും അതുപോലെ തന്നെ ഒരു ഐഡന്റിഫയർ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം റൂൾസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ, ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡേറ്റ ടൈപ്സ് ഇൻ C++. ഡേറ്റ ടൈപ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. 3 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അതായത് വിവിധ തരത്തിലുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതും 3 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഓപ്പറേറ്റർ? ക്ലാസിഫൈ ദ ഓപ്പറേറ്റേഴ്സ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറൻസ്. എന്താണ് ഓപ്പറേറ്റർ എന്നും അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ, അതായത് നമ്പർ ഓഫ് ഓപ്പറൻസിന്റെ ബേസിലായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. 5 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ 2 ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. വിവിധ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. സെക്കൻഡ് വൺ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എക്സ്പ്രഷൻ, അരിത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ ആൻഡ് റിലേഷണൽ എക്സ്പ്രഷൻ. അപ്പം എന്താണ് എക്സ്പ്രഷൻ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് അരിത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ ഒക്കെ എന്താണെന്ന് നോക്കി വെച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് സിക്സ്ത് ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. എന്താണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ, എന്താണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പഠിച്ചിരിക്കണം. 5 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ടൈപ്പ് മോഡിഫയേഴ്സ് ഇൻ C++. ടൈപ്പ് മോഡിഫയേഴ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം വിത്ത് ആൻ എക്സാമ്പിൾ. അതായത് C++ പ്രോഗ്രാമിന്റെ ബേസിക് സ്ട്രക്ചർ എഴുതാനും അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം എക്സാമ്പിൾ ആയിട്ട് എഴുതാനും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് 1 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. എന്താണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്നും എന്താണ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 7th ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആൻഡ് എൽസ് ഇഫ് ലാഡർ. എന്താണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ എന്താണ് എൽസ് ഇഫ് ലാഡർ എന്നും അവയുടെ കമ്പാരിസണും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ ഫ്രം ദ ഗിവൺ നമ്പേഴ്സ്. അതായത് ചൂടെ കുറച്ച് നമ്പർ തന്നിട്ട് അതിൽ നിന്നും ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടെത്തുക, അല്ലെങ്കിൽ ആ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടെത്തുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഒരു C++ പ്രോഗ്രാം എഴുതാനാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം.
അപ്പോൾ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റൻ ഇതാണ്, എക്സ്പ്ലെയിൻ ലൂപ്പ് ആൻഡ് എലമെന്റ്സ് ഓഫ് ലൂപ്പ്. അപ്പോൾ എന്താണ് ലൂപ്പ് എന്നും അതുപോലെ തന്നെ ലൂപ്പിന്റെ എലമെന്റ്സ് എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ യൂസിങ് എ ഡയഗ്രാം, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറിലെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്തെല്ലാമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഡയഗ്രാം ഉൾപ്പെടെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ അവയുടെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫർമേഷൻ എന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡേറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള വ്യത്യാസവും എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ആസ്കി ആൻഡ് യൂണിക്കോഡ്. അപ്പം എന്താണ് ആസ്കി എന്നും എന്താണ് യൂണിക്കോഡ് എന്നും പഠിച്ചിരിക്കണം. അതുപോലെ യൂണിക്കോഡിന്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ, കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ഇ വേസ്റ്റ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ആൻഡ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. എന്താണ് ഇ വേസ്റ്റ് എന്നും അതുപോലെ തന്നെ ഇ വേസ്റ്റിന്റെ ഡിസ്പോസൽ മെത്തേഡ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണെന്നും പഠിച്ചിരിക്കുക. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇന്റർപ്രറ്റർ ആൻഡ് കമ്പൈലർ. എന്താണ് ഇന്റർപ്രറ്റർ എന്നും എന്താണ് കമ്പൈലർ എന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അവയുടെ കമ്പാരിസനും മുൻ വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 5 ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഏതെങ്കിലും 5 ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ 3 ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ റാം ആൻഡ് റോം. റാമും റോമും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് റാം, റാമിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, കമ്പയർ ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ. എന്താണ് ഫ്രീവെയർ, എന്താണ് ഷെയർവെയർ എന്നും ഫ്രീവെയറും ഷെയർവെയറും തമ്മിലുള്ള വ്യത്യാസവും അറിഞ്ഞിരിക്കേണ്ടതാണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഇമ്പാക്ട് ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ്. ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററും എന്താണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിന്റെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചൂട് ഡിസ്ക്രിപ്ഷനും അതുപോലെ കമന്റ് ബോക്സിലും വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.